എനിക്കിന്ന് കുറച്ച് ഹെയർ ഓയിൽ ഉണ്ടാക്കണം. കുറച്ച് നാളായിട്ടേ നല്ല മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. പക്ഷേ ഈ ഓയിൽ ഉണ്ടാക്കി തേച്ച പിന്നെ നല്ല മാറ്റമുണ്ട് കേട്ടോ മുടിക്ക്. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ തപ്പി ഇറങ്ങിയതാണ് ഞാൻ. എൻ്റെ പോക്ക് കണ്ടാൽ തോന്നും നമ്മുടെ പറമ്പെന്ന് ഞാൻ നട്ട് നനച്ച് വളർത്തിയ സാധനങ്ങൾ പറിക്കാൻ പോണ പോലെയാണ്. ഇവിടെ ഈ ഒമാനി വീടുകളിലുണ്ടല്ലോ, അതിൻ്റെ മുറ്റത്തല്ല, അവർ അതിൻ്റെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കും. നമ്മുടെ ആര്യവേപ്പില തൊട്ട് കറിവേപ്പില, തുളസി, അങ്ങനെ ഒരുവിധം എല്ലാ സംഭവങ്ങളും അവരിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടാവും. ഇത് കണ്ടോ, പേരറിയാത്ത ഏതോ പൂമരമാണ്. ഇതാ പിന്നെ തുളസിച്ചെടി, തെങ്ങിൻ്റെ കാര്യം പിന്നെ ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഒരു പഴഞ്ചൊല്ല് പറയണ പോലെ അങ്കവും കാണാം താളിയും പറിക്കാം. അപ്പോൾ എന്തായാലും വരുന്ന വഴിക്ക് കുറച്ച് വീഡിയോ എടുക്കാമെന്നും കൂടി വിചാരിച്ചു. ഇതാ നോക്കിയാൽ ഇത് നമ്മുടെ നാട്ടിലുള്ള പോലെ അല്ലേ, ഒരു ചെറിയൊരു പടിപ്പുരൊക്കെ. അവിടെ കോഴിയമ്മയും മക്കളൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അപ്പുറത്തുള്ള തൊട്ട കോമ്പൗണ്ടാണ് ഈ കാണുന്നത്. അവിടെ ഇതാ കറിവേപ്പിൻ്റെ ഇല, പിന്നെ ചെറുനാരകം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അവരത് കാര്യമായിട്ട് നോക്കണുണ്ട് കേട്ടോ. അതാ വെള്ളമൊക്കെ ഒഴിച്ച് അതിൻ്റെ ചുറ്റും തടമൊക്കെ എടുത്ത് നല്ല ക്ലീനായിട്ട്. ഇത് വലിയൊരു കറിവേപ്പിൻ്റെ മരമായിരുന്നു. ഞാനിവിടെ നിന്നാണ് ആദ്യമൊക്കെ പൊട്ടിക്കാറ്. ഇപ്പോൾ അത് ഉണങ്ങിപ്പോയി. അവിടെ തന്നെയാണ് കേട്ടോ ഈ കിളിക്കൂട്. കിളികളുടെ ഒരു കുഞ്ഞ ലോകം. പ്രാവും, മൈന, പിന്നെ ലവ് ബേഡ്സ്, പിന്നെ ചില ഇനം തത്തകളൊക്കെ ഉണ്ട്. പിന്നെ പേരറിയാത്ത കുറേ കിളികളും. പ്രാവുകളിലും തത്തകളും കേട്ടോ കുറേ അധികം വെറൈറ്റികളുള്ളത്. ഞാനൊരു 2-3 മാസം മുമ്പ് ഇവിടെ വന്ന് നോക്കിയപ്പോൾ കുറേ മൊയിലുകൾ ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ കാണാനില്ല. അതിൻ്റെ കൂടൊക്കെ ഒഴിഞ്ഞു കൊടുക്കണു. ഞങ്ങൾ ഈ ഭാഗത്തോട്ട് താമസം മാറ്റിയിട്ട് ഇപ്പോൾ 10 വർഷമായിട്ടാണ്. ഞങ്ങൾ വരുമ്പോഴേ ഈ വീട് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഒരു 5 വർഷമായിട്ടുള്ള അവർ താമസമായിട്ട്. അപ്പോൾ ഒരു 5 വർഷമായി ഈ വീടിൻ്റെ പണികൾ മുഴുവനാവാൻ. ദാ മുരിങ്ങമരം അവരുടെയാണ്. അതിൻ്റെ തൊട്ടടുത്ത് ഒരു മരം നിൽക്കുന്നുണ്ട്. തെങ്ങല്ല, ഏതാണ്ട് ആ വിഭാഗത്തിൽ പെട്ട ഒരു മരമാണ്. മുരിങ്ങക്കായൊക്കെ അതാ ചെറുതാണ്. പക്ഷേ ഈ മരത്തിൻ്റെ അവിടെ തന്നെ തൊട്ടപ്പുറത്ത് നോക്കി ഉണങ്ങി മൂത്ത് പരുവായിട്ട് മുരിങ്ങക്കായ നിൽക്കുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ആ മരം. തെങ്ങല്ല, പിന്നെന്തോ ഒരു സംഭവം. ഈ സൈഡിൽ നോക്കിയേ, അവിടെ വഴുതനങ്ങ, വെണ്ടക്ക, ചീര, പയർ, കൈപ്പക്കായയുടെ വള്ളിയാണ് കേട്ടോ അത് ഉണങ്ങി നിൽക്കണത്. എന്ന് കണ്ട എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇത് നട്ടുപിടിപ്പിക്കാൻ മാത്രമല്ല, എത്ര ശ്രദ്ധിച്ചിട്ടാണെന്നറിയോ അവരത് വളർത്തിക്കൊണ്ടുവരുന്നേ. പിന്നെ ആ തെങ്ങിൻ്റെ സൈഡിൽ കുറച്ച് കരിമ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കാണാം, പക്ഷെ വീഡിയോയിൽ കാണാൻ പറ്റുമെന്നറിയില്ല. പപ്പായ കുത്തി താഴെ ഇടാൻ വേണ്ടി തോട്ടി അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിട്ടുണ്ട്. ദിലീപ് പറഞ്ഞ പോലെ ഇളങ്കാറ്റിലാടുന്ന ചെന്തെങ്ങിൻ തേങ്ങാക്കൊലകൾ. കരിമ്പിൻ്റെ കട അവിടെയാണ് കേട്ടോ. അവിടുന്ന് വന്ന് പിന്നെ ഈ തെങ്ങിൻ പട്ട വഴി മുകളിലേക്ക് ഇങ്ങനെ വളർന്നു പോയണു. പക്ഷെ നമ്മുടെ നാട്ടിലെ കരിമ്പിൻ്റെ അത്ര മധുരമില്ല കേട്ടത്. മധുരം വളരെ കുറവാണ്. അതെല്ലാ പഴത്തിനും ഒരു സ്വാദ് വ്യത്യാസം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വെള്ളത്തിൻ്റെ ആവും. ഇതാണ് അമരപ്പയർ. ഞാനിത് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് കുറച്ച് പൊട്ടിച്ച് കൊണ്ടുപോയി.
ഞാനിത് അമരക്കായ പൊട്ടിക്കുന്നത് കണ്ടപ്പോൾ അയാൾ എന്നോട് പപ്പക്കായും കൂടിയും പൊട്ടിച്ചോളാൻ പറഞ്ഞിട്ട് പപ്പക്കായും പൊട്ടിച്ചു. എനിക്ക് പൊട്ടിച്ച് തരിക ചെയ്തത് കേട്ടോ. അവിടെ ഒരു ബംഗാളി സർവൻ്റ് ഉണ്ടായിരുന്നു, അയാളെ കൊണ്ട് പൊട്ടിച്ച് തന്നു. ഇത് ചെറുനാരകമാണ് കേട്ടോ. അത് കുറേ ചീഞ്ഞിട്ട് താഴെ കിടക്കുന്നുണ്ട്. പഴുത്ത് വരണേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു പഴുത്ത് വന്നതൊക്കെയാന്ന് തോന്നുന്നുണ്ട്. കറുപ്പ് കളറായിട്ട് താഴെ കിടക്കുന്നുണ്ട്. വേണമെങ്കിൽ നമുക്കിത് പൊട്ടിച്ച് കൊണ്ടുപോവാം. പക്ഷേ ഇത് കണ്ടിട്ട് നല്ല കയ്പുള്ള നാരങ്ങയാണെന്ന് എനിക്ക് തോന്നണം. പിന്നെ എല്ലാം പച്ചയാണ്, ഒന്നോ രണ്ടെണ്ണമൊക്കെ പഴുത്തിട്ടുള്ളൂ. ദേ അവിടെ ഒരാൾ ഇരിപ്പുണ്ട് കേട്ടോ. എന്നെ സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല എന്ന് പറഞ്ഞ പോലെ ഒരു ഒന്നുകുട്ടൻ അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട്. പുള്ളിക്കാരൻ നിറം മാറുമെന്ന് നോക്കിയിട്ട് ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പക്ഷേ ആൾ അതിനുള്ള പുറപ്പാടൊന്നുമില്ല. എൻ്റെ നിറം മാറണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ വേഗം പോന്നു. നല്ല വെയിലാണേ. പിന്നെ ഇത് സപ്പോട്ട, നിറയെ സപ്പോട്ടക്കായ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ തൊട്ടടുത്ത് കാണുന്നതാണ് കാരക്ക പഴത്തിൻ്റെ മരം, അങ്ങനെ തന്നെയാണ് പറയുക. നമ്മുടെ അവിടെയൊക്കെ വേലിയുടെ അവിടെയൊക്കെ എന്താ പറയുക, മുൾച്ചെടി പോലെയൊക്കെ നിൽക്കണ ഒരു സംഭവം ഉണ്ടല്ലോ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ അത് മരമായിട്ടാണ്, മുള്ളുണ്ട് കേട്ടോ. താഴെയൊക്കെ അത് വീണ് കിടക്കുന്നുണ്ട്. കണ്ടോ, ഇത് മനസ്സിലായില്ലേ എന്താ സംഭവം എന്ന്? ഇത് നമ്മുടെ സ്വന്തം മൈലാഞ്ചി ചെടി. ഇപ്പോൾ മനസ്സിലായില്ലേ, ഇവിടെ ഇല്ലാത്ത അതൊന്നുമില്ല. A to Z നമ്മുടെ നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി എന്തൊക്കെ ഇല്ലാത്തതെന്നുള്ള കണ്ടുപിടുത്തത്തിലാണ് ഞാൻ. ഇയാളെ വല്ല കണ്ടുപരിചയമുണ്ടോ നോക്കിയേ. രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ച് കയ്യിൽ വെച്ചു. വന്ന കാര്യം മറന്നു. കുറച്ച് തുളസിയുടെ ഇല പൊട്ടിച്ചു, പിന്നെ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല ഇതാ കാണുന്നതാണ് കേട്ടോ. അത് പൊട്ടിച്ചു. എന്നിട്ട് പിന്നെ ഇനിയിപ്പോൾ ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇത് രണ്ടും ചെറുതായിട്ട് ചട്ടിയിലിട്ട് ചൂടാക്കുക. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉലുവ, കരിഞ്ജീരകം, അത് രണ്ടും ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുക്കുക. കൂട്ടത്തിൽ ഒരു സവാള എടുത്തിട്ട് അതും ചെറുതായിട്ട് ചൂടാക്കിയിട്ട് എല്ലാം കൂടി പൊടിച്ച് പിന്നെ തിളപ്പിക്കുക വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്. ഒരൊറ്റ മാസം കൊണ്ട് നമുക്ക് വ്യത്യാസം അറിയാം കേട്ടോ മുടിയുടെ. ആഴ്ചയിൽ 2-3 പ്രാവശ്യം അപ്ലൈ ചെയ്താൽ മതി. പക്ഷേ റിസൾട്ട് ഗംഭീരമാണ് കേട്ടോ.